ഞങ്ങള് 2 മക്കളാ. ടീച്ചറായിട്ട് ജോലിക്ക് കയറിയ സമയത്ത് എനിക്കൊരു അഫയർ ഉണ്ടായിരുന്നു. അത് ഫെയിലായപ്പോ ചെറിയൊരു മെന്റൽ ഷോക്ക്. 5-6 മാസം ആശുപത്രിയിലൊക്കെ കിടന്നു. പിന്നെ മാരേജ് ചെയ്തില്ല. ഞാനിങ്ങനെ തനിച്ചായി പോവല്ലോ എന്ന് കരുതിയാവും അവനും കല്യാണം കഴിക്കാതിരുന്നത്. ആർമിയിലായിരിക്കുമ്പോഴാ അവൻ IPS എഴുതിയതേ. വലിയ കണിച്ചക്കാരനാ, എന്നാ പരമസാധു. അത് ഈ മന്ത്രിമാർക്കോ മേലുദ്യോഗസ്ഥന്മാർക്കോ മനസ്സിലാവോ? പെൻഷനാകാൻ 3-4 കൊല്ലം കൂടെ ബാക്കിയുള്ളപ്പോഴാ രാജിവെച്ചതേ. പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് പോന്നു. അപ്പനപ്പൂപ്പന്മാരായിട്ട് ജീവിച്ച നാടല്ലേ, ഇവിടുത്തെ പള്ളിപ്പറമ്പ് മതിയെന്ന് ഞങ്ങൾ അങ്ങ് തീരുമാനിച്ചു. എടാ, നീ ആ തീ അങ്ങോട്ട് കുറച്ച്, എന്റെ കൈ അഴുക്ക. ഒക്കെ ഒരു നിമിത്ത ടീച്ചറെ. അല്ലെങ്കിൽ കുടുംബത്തിൽ പറഞ്ഞ ഒരു MCAക്കാരന് ഈ അടുക്കളയെ വന്നിരുന്ന് ഉള്ളിയരിയേണ്ട കാര്യമുണ്ടോ? വേറൊരു ജോലി കിട്ടാഞ്ഞിട്ടോ പണത്തിന് വേണ്ടിയിട്ടോ ഒന്നുമല്ല. നമ്മളെക്കാൾ കൂടുതൽ ജീവിതം പഠിച്ച ആളുകളുടെ അടുത്ത് നിന്ന് അവരുടെ അനുഭവങ്ങൾ കണ്ടു മനസ്സിലാക്കുക, അതൊരു ഭാഗ്യല്ലേ? സംശയമുണ്ടോ? അതിന് ഇത്രത്തോളം നല്ല സ്ഥലം വേറെ ഇല്ല. ഇനി ഈ ഇറച്ചി ചെറിയ കഷ്ണങ്ങളായിട്ട് ഒന്നും നുറുക്കി തന്നേ. സാർ, യെസ് സാർ. ഇത് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ എനിക്ക് തന്നെ വിളിക്കാനുള്ളതാണ്. തനിക്ക് എന്നെ വിളിക്കാം. അതല്ലാതെ വല്ല വിളികളും വന്നാൽ അതിന്റെ പണം തന്നെ ശമ്പളത്തിന് ഞാൻ ഈടാക്കും. താങ്ക് യു സാർ. എന്റെ അച്ഛനത് ഇഷ്ടമല്ലാത്തോണ്ടാ മുമ്പ് ഞാൻ വാങ്ങാതിരുന്നത്. പഴയ പോസ്റ്റ് മാസ്റ്റർ ആയതുകൊണ്ട് പുള്ളിക്ക് കത്തെഴുത്തി തന്നെ എപ്പോഴും. നമ്മളെപ്പോഴും കാലത്തിനൊപ്പം യാത്ര ചെയ്യണം. യാത്ര എന്ന് പറഞ്ഞപ്പോഴാണ് തനിക്ക് നാളെ ഒരു യാത്രയുണ്ട് ട്രിവാൻഡ്രം വരെ. വരുമ്പോ ഒരു ദിവസത്തേക്കുള്ള ഡ്രസ് കൂടെ എടുത്തോണം. എന്തിനാണ് സാർ? ഡോണ്ട് ആസ്ക് ക്വസ്റ്റ്യൻസ്, ഒബേ ഫാസ്റ്റ് സാർ. നാളെ രാത്രി വണ്ടിക്ക് താൻ ട്രിവാൻഡ്രത്തേക്ക് പോവും. സെക്രട്ടേറിയറ്റിൽ എന്റെ ഒരു പഴയ കൊളീഗുണ്ട്. ആഭ്യന്തര വകുപ്പിൽ നിന്നും അയാൾ ഒരു സീക്രട്ട് ഫയലിന്റെ കോപ്പി എടുത്തു തരും. സർവീസ് സ്റ്റോറിയിലെ ഞെട്ടിപ്പിക്കുന്ന ഒരു ഇൻസിഡന്റ് വിത്ത് പ്രൂഫ് എനിക്ക് അവതരിപ്പിക്കണം. ഒരു ഈച്ച പോലും അറിയരുത്. അണ്ടർസ്റ്റാൻഡ്? ലെറ്റ്സ് കണ്ടിന്യൂ. കനത്ത മഴ പെയ്യുന്ന ഒരു ഇരുണ്ട രാത്രി. പുറത്ത് എന്റെ പട്ടി വല്ലാതെ കുരയ്ക്കുന്നു. ഏത് ട്രെയിനാ പോണ്ടേ? കൂടെ ആരും ഇല്ലേ? വെള്ളം വേണോ? വെള്ളം. കുടിച്ചോളൂ. ഹലോ ഹലോ ഹലോ. ഹലോ. എങ്ങോട്ട് പോകുന്നു?
തിരുവനന്തപുരത്തേക്കാ. ഈ കുട്ടിയെ ഇവിടെ ഇങ്ങനെ കിടത്തിയിട്ട് എങ്ങോട്ടാ തടി തപ്പുന്നതെന്നാ ചോദിച്ചത്. ആ കുട്ടി എന്റെ ആരുമല്ല. ആരും അല്ലായിട്ടാണോ താൻ അവളെ കെട്ടിപ്പിടിച്ച് പുന്നാരിച്ചോണ്ട് നടന്നത്? അപ്പം അല്ലേട്ടാ, സത്യേട്ടാ കുട്ടിയാരെന്ന് എനിക്കറിയില്ല. ഇതേതോ കഞ്ചാവ് കേസാ. വേഷം കെട്ടെടുക്കല്ലേ. ഞാനും ഈ പ്രായമൊക്കെ കഴിഞ്ഞാ വന്നിട്ടുള്ളത്. മര്യാദയ്ക്ക് താൻ ആ കുട്ടിയെ വീട്ടിലാക്കുന്നോ അതോ ഞാൻ പോലീസിനെ വിളിക്കണം? തറവാട്ടി പിറന്ന പെൺകുട്ടികളെ കള്ളും കഞ്ചാവും കൊടുത്ത് നശിപ്പിച്ച് റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലും ഉപേക്ഷിച്ച് പോകുന്നവരെ മുമ്പും കണ്ടിട്ടുണ്ട്. ചേട്ടാ, ഞാൻ നമ്മുടെ ഐ ജി ഐജിയുടെയും മന്ത്രിയുടെയും കാര്യമൊന്നും പറയണ്ട. തൽക്കാലം താൻ അവളെ എവിടെന്നാ കൊണ്ടുവന്നു വെച്ചാൽ അവിടെ കൊണ്ടുവിടും. ഹൈ, ഇതെന്തത്? ഒരാൾക്ക് ഒരാളെ സഹായിക്കാൻ ഈ ഭൂമിയിൽ അവകാശമില്ല? നിന്റെ അവകാശമൊക്കെ ഞങ്ങള് കണ്ടുകൊണ്ട് നിൽക്കാണ്. വർഗീസേ, നീ അങ്ങോട്ട് മാറ്. ദേ, ഈ സ്ഥലം അല്പം പെശക. ആ പെൺകുട്ടിയും വിളിച്ച് വേഗം സ്ഥലം വിടാൻ നോക്ക്. ഇല്ലെങ്കിൽ ഞാൻ പറയണ്ടല്ലോ. കണ്ടിട്ട് പാർട്ടി കൊള്ളാലോ. ട്രെയിൻ വരാറായി. വാ, ഇരുന്ന് ഉടനെ അങ്ങോട്ട് ഉറങ്ങുക. വന്നേ, ഞാൻ എടുത്തോളാം ബാഗല്ല. ഓട്ടോ! ചേട്ടാ, 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 എന്താ? റൂമുണ്ടോ? ഉണ്ട്. എ സിയാ നോൺ എ സിയാ? നോൺ എ സി. വൈഫിന് പെട്ടെന്നൊരു തലറക്കം, അതുകൊണ്ട് ട്രെയിനിൽ പോകാൻ പറ്റില്ല. അല്ല, തൊട്ടടുത്ത ബിൽഡിംഗ് ഹോസ്പിറ്റലാ. വേണ്ട, ഒന്നും ഉറങ്ങിയാൽ ശരിയായിക്കോളൂ. ഓക്കെ, അഡ്വാൻസ്. താങ്ക് യു. 512 5th ഫ്ലോറിലാ. അതിനെന്താ? ലിഫ്റ്റ് എവിടെ ഏട്ടാ? ലിഫ്റ്റ് വർക്ക് ചെയ്യുന്നില്ല. ഈശ്വര. അയ്യോ. യെസ്. വെള്ളം. സോറി സാർ, ഞാനിപ്പോ നോക്കിയപ്പോഴാ കണ്ട് ലിഫ്റ്റ് വർക്ക് ചെയ്യണ്ടായിരുന്നു. താങ്ക് യു സാർ, താങ്ക് യു. അനുപമ, അനുപമ, ഡിയർ അനുപമ, കുട്ടിയെ സുരക്ഷിതമായി ഞാൻ ഈ മുറിയിലെത്തിച്ചിരിക്കുകയാണ്. അവിവാഹിതനായ ഞാൻ സുന്ദരിയായ ഒരു പെൺകുട്ടിയുടെ കൂടെ ഒരു രാത്രി മുഴുവൻ കഴിയുന്നത് മര്യാദകേടായതിനാൽ ഉടനെ തന്നെ പോകുന്നു. ഒരു ദിവസത്തെ വാടക കൊടുത്തിട്ടുണ്ട്. സൗകര്യം പോലെ തിരിച്ചു പോകാം.
ഈ സഹായത്തിന് നന്ദി പറച്ചിലോ കടപ്പാടോ ഒന്നും വേണ്ട. ഇനി നമ്മൾ കണ്ടെന്നു പോലും വരില്ല. എപ്പോഴെങ്കിലും എന്നെ വിളിക്കണമെന്ന് തോന്നിയാൽ മൊബൈൽ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്. അപരിചിതനായ സുഹൃത്ത് വിനോദ്.